റോഷിപാൽ, എത്രയോ കാലങ്ങളായി നമ്മൾ തന്നെ പറയുന്നു ഈ നഴ്സുമാർ ഈ സ്വകാര്യ മാനേജ്മെന്റിന് കീഴിൽ സ്വകാര്യ ആശുപത്രികളിൽ നേരിടുന്ന വിവേചനം, ആ വിവേചനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടും പലതവണ സമരം ചെയ്തിട്ടും 3 വർഷമായി ഇപ്പോൾ പാസ്സാക്കിയ ഉത്തരവ് പാസ്സാക്കാതിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രി അധികൃതർ. ഈ സമരം കൊണ്ടെങ്കിലും അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവരിൽ പലരുടെയും ജീവിതം വഴിമുട്ടും. ലോണിന് പൈസ തിരിച്ചടയ്ക്കാനുണ്ട്, അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്, ഇവരുടെ തന്നെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് പോയി സേവനം നടത്തേണ്ട അവസ്ഥയിലല്ലേ ഈ നഴ്സുമാർ? റോഷിപാൽ, അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം ജീവിത ചിലവുകൾ കുത്തനെ വർദ്ധിക്കുന്ന ഈ കാലത്ത് ന്യായമായ ആവശ്യമുയർത്തിയാണ് നഴ്സുമാർ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ സമരം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ ഈ ആവശ്യമുയർത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിലാണ്. ഒടുവിൽ നിവൃത്തികേടുകൊണ്ടാണ് ഇപ്പോൾ പൊരുവെയിലത്ത് തെരുവിലേക്ക് നഴ്സുമാർ ഇറങ്ങുന്നത്. ഒരുപക്ഷെ തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ടമായി ഈ സമരം മാറും. ഇതൊരു ചെറുത്തുനിൽപ്പ് കൂടിയാണ്. കാരണം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ വഴങ്ങുന്നില്ല. ഈ ആവശ്യം നിരന്തരം ഉന്നയിക്കുമ്പോൾ, അതും ന്യായമായ ആവശ്യം നിരന്തരം ഉന്നയിക്കുമ്പോഴും അതിനോട് തലതിരിഞ്ഞ സമീപനം തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ സമരത്തിലേക്ക്, ഇതൊരു അവസാനഘട്ട സമരമല്ല. കാരണം ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ അവർ തെരുവിൽ തന്നെ തുടരേണ്ടി വരും. ഒരുപക്ഷെ തലസ്ഥാനത്ത് ഇന്ന് നടത്തുന്ന സമരം അത് ഒരുപക്ഷെ ന്യായമായി ഈ ആവശ്യം അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷ ഇവർക്കുണ്ട്. ഏതായാലും പല ഭാഗങ്ങളിൽ നിന്ന്, ജില്ലയുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ നഴ്സുമാരാണ്. അവർ സമരത്തെ നയിക്കുന്ന ജാസ്മിൻ ഷാ ഇവിടെയുണ്ട്. നമുക്ക് ജാസ്മിൻ ഷാ, ഈ സമരം ഇത് നിവൃത്തികേടുകൊണ്ട് തെരുവിലിറങ്ങുകയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ ശമ്പള പരിഷ്കരണം ആവശ്യമായി ഉന്നയിക്കുന്നു. 7 വർഷമായിട്ട് ഈ മേഖലയിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. 2016 സുപ്രീം കോടതിയും 2016 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയും പറഞ്ഞതാണ് 40,000 രൂപ. അതായത് ദിവസ വേതനം 1333 രൂപ. ആ ശമ്പളത്തിന് വേണ്ടിയാണ് 10 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ തെരുവിലിറങ്ങുന്നത്. 2025 ഡിസംബർ 27 ബഹുമാനപ്പെട്ട തൊഴിലുവകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് 1 മാസം കൊണ്ട് ശമ്പള പരിഷ്കരണം ഉത്തരവിറക്കുമെന്ന്. പക്ഷെ നാളിതുവരെയായിട്ട് ഉത്തരവിറക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ശമ്പള പരിഷ്കരണം സർക്കാർ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും സർക്കാരിനുണ്ടാവില്ല. കാരണം സർക്കാർ നികുതിപ്പണം കൊടുക്കേണ്ട, സർക്കാർ ഒരു വിധത്തിൽ തലവേദന. കാരണം 2018 മുതൽ 2026 വരെ ആശുപത്രി ചികിത്സാ ഫീസ് 300% വർദ്ധിച്ചു. ആരോഗ്യമന്ത്രി തന്നെ പറയുന്നു കോർപ്പറേറ്റുകളുടെ വലിയ ഭീമന്മാരായ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാണ് ഇവിടെ വരുന്നത്. ആ ആശുപത്രികളിൽ ആയിരക്കണക്കിന് കോടി അവർ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഇന്നും 20,000 രൂപ അടിസ്ഥാന ശമ്പളമാണ്. അത് യുഎൻഒയുടെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അതിനും താഴെയാണ് ശമ്പളം ലഭിക്കുന്നത്. മാത്രമല്ല ട്രെയിനി കുട്ടികൾ, ഫ്രഷായിട്ട് കയറുന്ന കുട്ടികൾക്ക് 10,000 രൂപയാണ് ഇന്നും ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിലൊക്കെ കാലോചിതമായ മാറ്റം വരുത്തണം എന്നുള്ളത് ഞങ്ങളുടെ ശക്തമായ ആവശ്യമാണ്. ഇതാ ഒരുപാട് സമയം ഞങ്ങൾ കൊടുത്തു. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് പോലും ഇത് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അത് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഇവിടെ തുടരും. അത് ശക്തമായിട്ട് തന്നെ ആരോഗ്യ മേഖല പരിപൂർണമായിട്ട് സ്തംഭിപ്പിച്ചുള്ള സമര രീതിയായിരിക്കും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അല്ലല്ല, ഇന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നത് വൈകുന്നേരമാണ് നമ്മൾ ഈ സമരത്തിന്റെ ഗതി. നമ്മൾ അനിശ്ചിതകാല സമരത്തിന്റെ നോട്ടീസുകളാണ് കൊടുത്തിട്ടുള്ളത്. അനിശ്ചിതകാലത്തേക്ക് സമരം ചെയ്യുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനമെടുക്കണമെന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ തീരുമാനിക്കുക. ഇവിടെ തുടരാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്. ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരം എത്തിയാൽ അവിടെ തുടരും നിങ്ങളൊക്കെ? അത് അവിടെ തുടരും. വൈകുന്നേരത്തോടു കൂടിയും ഞങ്ങൾ മാനവീയം വേദിയിലേക്ക് ഒരു കൺവെൻഷൻ ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ തുടർ സമരം പ്രഖ്യാപിക്കും. സർക്കാർ വഴങ്ങുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നിങ്ങൾ സമരത്തിൽ തന്നെയാവും? അതിശക്തമായ സമരത്തിലായിരിക്കും. മാത്രമല്ല സ്വകാര്യ ആശുപത്രി പരിപൂർണ്ണമായി ഇപ്പൊ ഞങ്ങൾ വെന്റിലേറ്ററിൽ ഐസിയുലും അത്യാധുനികങ്ങളെല്ലാം ഞങ്ങൾ ജീവനക്കാരെ കൊടുത്തുകൊണ്ടാണ് ഈ സമരത്തിന് വന്നിട്ടുള്ളത്. അവരെയും വരും ദിവസങ്ങളിൽ പിൻവലിച്ചുകൊണ്ടുള്ള വളരെ വലിയ സമരമായിരിക്കും. കേരളം കാണാൻ പോകുന്ന വലിയ ഒരു ദുരന്തമായിരിക്കും. അത്തരത്തിലൊരു സംഗതി ഉണ്ടായാൽ അത് പരിപൂർണ്ണ ഉത്തരവാദി സർക്കാർ മാത്രമായിരിക്കും. അരുൺകുമാർ, അങ്ങനെ സർക്കാർ എത്രയും പെട്ടെന്ന് ഉത്തരവിറക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം തുല്യവേതനം ഉറപ്പിക്കുക, അത് നേരത്തെ സർക്കാർ നൽകിയ ഉറപ്പാണ്. പക്ഷെ ഉത്തരവിറക്കിയിട്ടില്ല. ആശുപത്രി മാനേജ്മെന്റ് സമ്മർദ്ദമാണോ ഇതിന് കാരണമെന്ന ഒരു സംശയം ഇവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ സമരത്തിന് അല്പസമയത്തിനകം ഇവിടെ തുടക്കമാകും. ഈ സമരം ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് അത് അവസാനിക്കുന്നതല്ല. ആ സമരം നേരെ പിന്നീട് മാനവീയം വീതിയിലേക്ക് അവർ മാറ്റും. വൈകിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഈ സമരത്തെ നയിക്കുന്ന ജാസ്മിൻ ഷാ പറയുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതാവ് പറയുന്നത്. ഇവിടെ നിരവധി ഭാഗങ്ങളിൽ നിന്നെത്തിയ നഴ്സുമാരുണ്ട്. അവർക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചത് നമുക്കറിയാം. എപ്പോഴും നമ്മൾ പറയുന്നതാണ് മാലാഖമാരെന്ന്. അവർ ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ നാളെ ഏറ്റവും പ്രതിസന്ധിയിലായ ഘട്ടത്തിലൊക്കെ മാർച്ചിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 6 ലക്ഷത്തോളം നഴ്സുമാർ ഇതാ സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നു. ഇത് ചെറിയ കളിയല്ല. കാരണം ഈ നഴ്സുമാർ അവർ ഇനഫ് ഈസ് ഇനഫ്, സഹിക്കാനോ പരമാവധി അവർ സഹിച്ചു. കഴിഞ്ഞ 3 വർഷമായി അവർ കാത്തിരിപ്പാണ്. അടിസ്ഥാന ശമ്പളത്തിലുണ്ടാവുന്ന വർധനവ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ട് ആ ഉത്തരവ് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുകയാണ്. ഒരു ആശുപത്രി മാനേജ്മെന്റും ഇവരുടെ
ഈ സങ്കടം കേൾക്കുന്നില്ല. അവർക്ക് വേണ്ടത്ര പിന്തുണ പോലും പലയിടങ്ങളിൽ നിന്ന് കേൾക്കാത്തപ്പോഴാണ് റിപ്പോർട്ടർ ഈ നഴ്സുമാർക്കൊപ്പം ഇന്നലെ ലൈവാത്തോണുമായിട്ട് ഇറങ്ങിയത്. നമ്മൾ ഇന്നലെ 2 മണിക്കൂറാണ് തത്സമയം ബാക്കി എല്ലാ വാർത്തകളും മാറ്റിവെച്ച് ഈ നഴ്സുമാർക്കൊപ്പം പോരാടിയത്.